കെ സുരൺകുമാർ, ഒട്ടേറെ വിഷയങ്ങളിൽ പാർട്ടിയും സർക്കാരും പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നത്. അവിടെയാണ് ശ്രീകുമാർ പറയുന്നത്, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ട് പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ മൂർച്ച കുറയ്ക്കാനുള്ള രാഷ്ട്രീയ കൗശലമല്ലേ CPM-ൻ്റെ മനസ്സിലിരിപ്പ്? ഇന്നിപ്പോൾ ശരത്ചന്ദ്രൻ്റെ ഭാഗമായിട്ട് ശരത് പ്രസാദിൻ്റെതായി വന്നിരിക്കുന്ന ശബ്ദരേഖ 5 വർഷം മുമ്പുള്ള ശബ്ദരേഖയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഗുരുതരമായ ആരോപണങ്ങൾ. ഏരിയ കമ്മിറ്റിക്ക് പിരിവെടുത്ത് 25,000 രൂപ വരെ മാസം കിട്ടും. ജില്ലാ കമ്മിറ്റിയിലെ ഭാരവാഹിയാണെങ്കിൽ 25,000-ന് മുകളിൽ വരെ കിട്ടും. 50,000 മുതൽ 75,000-വും 1,00,000-വും വരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെത്തിയാൽ പിരിവെടുത്ത് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത് DYFIയുടെ മുൻ ഭാരവാഹിയാണ്. പുറത്താക്കിയ ഒരു നേതാവ് കൂടിയാണ് സംസാരിക്കുന്നത്. ആ ശബ്ദരേഖ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ശബ്ദരേഖയാണ്. ഇതടക്കമുള്ള വിഷയങ്ങൾ നിയമസഭയിൽ കത്താനിരിക്കുന്നു. കസ്റ്റഡി മർദ്ദനത്തിൻ്റെ വാർത്തകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. DYFI നേതാക്കൾക്കടക്കം മർദ്ദനമേറ്റതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്താനുള്ള പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ മൂർച്ച കുറയ്ക്കാൻ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭയിൽ വേണം. അതല്ലേ നിങ്ങളുടെ രാഷ്ട്രീയ കൗശലമെന്നാണ് ശ്രീകുമാർ ചോദിക്കുന്നത്. ഡോക്ടർ അരുൺ, ശ്രീകുമാർ അതും പറയും, അതിൻ്റെ അപ്പുറത്തും പറയും. ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിൽ വന്നിരിക്കുന്ന സാഹചര്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് CPM ഉണ്ടോ? ഞങ്ങൾ കൊണ്ടുവന്ന പരാതിയല്ലല്ലോ. ഏതെങ്കിലും ഈ പരാതികൾ ഉന്നയിച്ചവരോ തെളിവ് പുറത്തു കൊണ്ടുവന്നവരോ വോയിസ് മെസ്സേജ് പുറത്തു വന്നപ്പോഴും അതിനെ CPM-ഉമായിട്ട് കണക്ട് ചെയ്യാനും CPM-ന്റെ ഗൂഢാലോചനയാണെന്ന് പറയാനും 1% പോയിന്റ് ഒരു തെളിവ് പോലും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നോ ഇല്ല. ഈ ചിത്രത്തിൽ ഒന്നും ഞങ്ങളില്ല. ഒരു 2-2.5 കൊല്ലം മുമ്പ് കോൺഗ്രസിന്റെ തന്നെ സഹയാത്രികയായ ജോഡോ യാത്രയിൽ അധികം പങ്കെടുത്ത ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവ നടി കൊടുത്ത അല്ലെ പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിൽ അടക്കം വന്നിരുന്നു പറഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ ഈ പരാതി പ്രവാഹത്തിന്റെ തുടക്കം, ആ പരമ്പരയുടെ തുടക്കം അതല്ലേ? അവർ അടക്കം ഇപ്പൊ മൊഴിയും കൊടുത്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എത്രയോ പരാതികളും തെളിവുകളും പുറത്തു വരുമ്പോൾ ഒരു ഘട്ടത്തിലും CPM-നെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളില്ല. പിന്നെ ഈ സഹയാത്രികരും കോൺഗ്രസ് പ്രതിനിധികളൊക്കെ വന്ന് CPM-നെ ആക്രമിക്കാനുള്ള ഓരോ കാര്യം നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ സമ്മേളനവും ഇനി വരാൻ പോകുന്ന ഒരു 7 മാസത്തെ പ്രവർത്തനത്തിനും കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. ശ്രീ N. ശ്രീകുമാർ മനസ്സിലാക്കണം, നമ്മൾ അമേരിക്കയെ പിന്നിലാക്കി. താങ്കൾ അറിഞ്ഞോ? ഏതാ ശിശുമരണ നിരക്കിൽ അമേരിക്കയെ പിന്നിലാക്കി കേരളം മുന്നേറി. താങ്കളൊന്നും അത് മനസ്സിലാക്കില്ല. കാരണം 100 കണക്കിന് കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന് അവാർഡ് കൊടുക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. പ്രകടന പത്രികയിൽ 900 കാര്യങ്ങളാ 2021 ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത്. ആ പ്രകടന പത്രികയിൽ 2ാം പിണറായി സർക്കാർ 4ാം പ്രോഗ്രസ് റിപ്പോർട്ട് കഴിഞ്ഞ മെയ് മാസം 23-ന് പുറത്തിറക്കിയപ്പോ അതിൽ 729 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 131 കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ചാൽ 900 കാര്യങ്ങൾ പറഞ്ഞ പ്രകടന പത്രിക പൂർണ്ണമായി പൂർത്തീകരിക്കും. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. പ്രോഗ്രസ് റിപ്പോർട്ടിൽ ജനങ്ങൾക്ക് അച്ചടിച്ചു കൊടുത്തു. ഞങ്ങൾ പറഞ്ഞത് ഇന്നത്, ചെയ്തത് ഇന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്, ഇനി 5-8 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. താങ്കൾ അറിഞ്ഞോ? അത് ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗത കുറഞ്ഞ സ്ട്രക്ചറുകൾ ഏതൊക്കെ അടിയന്തരമായി മാർച്ചിന് മുമ്പ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാ. ഇത്ര ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും താങ്കൾക്ക് വേറെ എവിടെ കാണാൻ കഴിയും? നിങ്ങൾ കുറച്ച് വാർത്തയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ കോൺഗ്രസ്, ചില മാധ്യമങ്ങളടക്കം. ഏത് ട്രഷറി പൂട്ടുന്നു, ഇവിടുത്തെ സപ്ലൈകോ വലിയ പ്രതിസന്ധി, ദേ അടഞ്ഞുകിടക്കുന്ന അലമാര, പട്ടിക മറ്റേ സാധന സാമഗ്രികളുടെ അലമാര. എന്തു പറ്റി ഈ ഓണത്തിന്? ഒരു നെഗറ്റീവ് വാർത്ത ഈ കേരളത്തെ കുറിച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 20,000 കോടി രൂപയുടേതാ പണം വിതരണം ചെയ്ത് എല്ലാവരെയും സംതൃപ്തരാക്കി. പെൻഷൻ കുടിശ്ശികയൊക്കെ നിങ്ങൾ എടുത്ത് പറയാറുണ്ടല്ലോ. ഇപ്പൊ എവിടെയാ കുടിശ്ശിക? എല്ലാ വിഭാഗം ആളുകൾ സംതൃപ്തിയോടെ ഓണം ആഘോഷിച്ച് മാവേലിക്ക് സ്വീകരണവും വരവേൽപ്പും അതിനുശേഷം ഇവിടെ കൃത്യമായി പുലികളിയോടെ യാത്രയപ്പും കൊടുത്ത ഈ ഓണം, ഇതുപോലൊരു ഓണം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾക്കൊരു ആരോപണം ഉന്നയിക്കാൻ കഴിയുക? വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണവും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും മഹത്തായ മാതൃക നമ്മൾ സൃഷ്ടിച്ചില്ലേ? ഇന്ന് എന്താ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോൺക്ലേവ് നിങ്ങൾക്കറിയോ? അർബൻ കോൺക്ലേവ്. ഇപ്പൊ നിങ്ങൾ പറയുകയാണ് ശബരിമല സംഗമം, ന്യൂനപക്ഷ സംഗമം, ഇതൊക്കെ നടത്തും, എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യും. അങ്ങനെ പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് വേണ്ടി ചർച്ച ചെയ്ത് സമയം കളയാൻ ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ ഒരു ഘട്ടത്തിൽ അത് ഭാഗവാക്കായിട്ടില്ല. ആരോപണം വന്നു, നിങ്ങൾ പറയുന്നുണ്ടല്ലോ VD സതീശൻ ഇതിലും മെച്ചപ്പെട്ട പരാതി എന്റെ കയ്യിലുണ്ട്, മികച്ച പരാതിയുണ്ട്. പറഞ്ഞ ബോംബ് എവിടെ?
അതുപോലെ AI ജനറേറ്റർ ആണെന്ന് പറഞ്ഞല്ലോ ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ UDF കൺവീനർ. അങ്ങനെയാണെങ്കിൽ എന്തിയാ ഒരു അന്വേഷണം ആവശ്യപ്പെടാത്തത്? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വോയിസ് മെസ്സേജ്. ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടോ? അമ്മയുടെ ഗർഭപാത്രത്തിൽ വളർന്ന കുട്ടിയെ നിർബന്ധ അബോർഷൻ നടത്തിയോ? ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാനുള്ള ആഗ്രഹമുണ്ട്, അവകാശമുണ്ട്. നിന്നെ തീർക്കാൻ 1 മിനിറ്റ് മതി, എനിക്കൊരു സെക്കൻഡ് മതി എന്ന് പറഞ്ഞ വോയിസ് മെസ്സേജ് ഉണ്ട്. അത് തന്റേതല്ലെങ്കിൽ ആരാണ് പരിശോധനയ്ക്ക് അയക്കേണ്ടത്? ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ പൊതുപ്രവർത്തകനാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, വിദേശത്ത് പാർട്ട് ടൈം ജോലി ചെയ്ത ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന നിങ്ങളുടെ ഘടകകക്ഷികളുടെ നേതാക്കന്മാരുടെ ചരിത്രം പുറത്തു വന്നില്ലേ? ഇത്ര അസാധാരണമായ രീതിയിൽ വിദേശത്തുനിന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടി കേരളത്തിൽ പൊതുപ്രവർത്തനം നടത്താൻ കഴിയുന്ന ആ സാങ്കേതിക വിദ്യ പാവപ്പെട്ട കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, യൂത്ത് കോൺഗ്രസ്സുകാരെ ഒന്ന് പഠിപ്പിക്ക്, ലീഗുകാരെ ഒന്ന് പഠിപ്പിക്ക്. ഇത് എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ കൺവീനർ രാജിവെച്ച് പോകേണ്ടി വന്നില്ലേ? പുറത്താക്കിയെന്ന ഒരു വിഭാഗം, പുറത്താക്കിയിട്ടില്ല ഒഴിഞ്ഞു പോയതാണ് ഒരു വിഭാഗം. നിങ്ങൾ റോൾ മോഡലായി, റീൽസായി, വീഡിയോയായി, മാതൃകയായി ചിത്രീകരിച്ച നേതാക്കന്മാർ ആരാ ഇപ്പൊ മുഖ്യധാരയിലുള്ളത്? ഈ പ്രതിസന്ധിക്ക് കാരണം ഞങ്ങളാണോ? ഞങ്ങളല്ലല്ലോ. ഒരു ഘട്ടത്തിൽ പോലും ഒരു ആരോപണം ഞങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടല്ലല്ലോ. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റ കാര്യം, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ അനാശാസ്യത്തിന്റെ പേരിൽ ഞങ്ങൾ കൊടുക്കുന്ന പൊതിച്ചോറിനെ കുറ്റം പറഞ്ഞു, അതിന്റെ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് വ്യാജ ആരോപണം ഉന്നയിച്ചു. നിങ്ങളുടെ നേതാവിനെ, ആ ആരോപണം ഉന്നയിച്ച നേതാവിനെ അനാശാസ്യത്തിന്റെ പേരിൽ പുറത്താക്കിയ പത്രവാർത്തയുടെ താളുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊതിച്ചോർ പൊതിഞ്ഞ് ഞങ്ങൾ ഈ സാധാരണക്കാരായ ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും കൊടുത്തു. നിങ്ങൾ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ OLX-ൽ അന്വേഷിച്ചു നടന്നു. ഇപ്പോൾ അത് പറഞ്ഞ നിങ്ങളുടെ നേതാവിനെ നിങ്ങൾ തന്നെ OLX-ൽ അന്വേഷിച്ചു നടക്കേണ്ടി വന്ന സാഹചര്യം കേരളം കാണുകയാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നിങ്ങൾ തള്ളി പറയേണ്ട നമ്മൾ കാണുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ടെന്നേ. അതിലല്ലേ സുജിത്തിന്റെ വിഷയമുള്ളത്? ഇപ്പോഴും സർവീസിൽ തുടരുന്ന 4 നരാധമന്മാരായ പോലീസുകാരുള്ളത്, ഇപ്പോഴും സർവീസിൽ തുടരുന്ന മധു ബാബു എന്ന DYSP ഉള്ളത്. DYFIക്കാരൻ്റെ തന്നെ കരണക്കുറ്റി അടിച്ചു പൊട്ടിച്ചയാൾക്ക് പ്രൊമോഷൻ കൊടുത്തില്ലേ? ജോയൽ എന്ന് പറയുന്ന മറ്റൊരു DYFI നേതാവിൻ്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അച്ഛന്തന ഉയർത്തുന്ന വിഷയങ്ങളുണ്ട്. ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ നിങ്ങൾ എന്തൊക്കെ മേനി പറഞ്ഞാലും അത് ഈ സർക്കാരിൻ്റെ മേന്മ കെടുത്തുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ നേർചിത്രങ്ങളായി നിയമസഭയിൽ വരും. അരുൺ, അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അവിടെ അതിനെ പ്രതിരോധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം വേണം. എന്നിട്ട് പൂവൻകോഴിയെ പോലെ കൂവണം. അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പെന്നാണ് ശ്രീകുമാർ പറഞ്ഞത്. അല്ല ഡോക്ടർ അരുൺ, അത് ഞങ്ങളുടെ തലയിൽ വെക്കല്ലേ. ബയോളജിക്കൽ തന്തയാണോ പൊളിറ്റിക്കൽ തന്തയാണോ എന്ന് ചോദിച്ച് കോൺഗ്രസിനെ കേരളത്തിൽ ഉണ്ടാക്കി വളർത്തിയ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ മകളുടെ പിതൃത്വം ചോദിച്ചതൊക്കെ ഞങ്ങളല്ല, ഇതേ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അതുകൊണ്ട് കോഴിയെ പോലെ കൂവുമെന്ന് പറഞ്ഞതൊന്നും ഞങ്ങളല്ല. ഞങ്ങൾ ഒരു വാക്കുപോലും ഞങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പിന്നെ പോലീസ് മർദ്ദനം വരട്ടെ, അടിയന്തര പ്രമേയം വരട്ടെ, ചർച്ച വരട്ടെ. കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാനുള്ള സംവിധാനം ഈ ഗവൺമെന്റിനുണ്ട്. താങ്കൾക്കറിയോ, 2.5 കൊല്ലം മുമ്പ് വന്ന വിഷയം, ഈ വിഷയത്തെ ഒന്നും ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. കൃത്യമായി നടപടി സ്വീകരിച്ച് പോലീസ് മുന്നോട്ട് പോകും. 9 വർഷത്തിനിടയിൽ 114 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കിയ ഗവൺമെന്റായി ഗവൺമെന്റ്. ആരോപണം വന്നപ്പോൾ 739 പോലീസുകാർക്ക് കേസ് രജിസ്റ്റർ ചെയ്ത ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. 350ഓളം പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഇത്തരത്തിൽ പോലീസ് നയത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും കൃത്യമായിട്ടുള്ള നടപടിയെടുക്കും. ഇപ്പോൾ സസ്പെൻഷൻ, അണ്ടർ എൻക്വയറി റിപ്പോർട്ട് വന്നാൽ ഡിസ്മിസൽ, ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. പക്ഷെ ഒരു കാര്യം താങ്കൾ ഓർക്കണം, തന്റെ മകന്റെ, പ്രിയപ്പെട്ട മകന്റെ ഒരസ്ഥി കഷ്ണമെങ്കിലും ബാഹ്യക്രിയ ചെയ്യാൻ, അവസാന പ്രക്രിയ ചെയ്യാൻ വേണ്ടി എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നീതിന്യായ പീഠങ്ങൾ മുഴുവൻ കയറിയിറങ്ങിയ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന്റെ പേരറിയോ? ഈശ്വരവാര്യർ എന്ന് പറയുന്ന പ്രൊഫസറാണ് അച്ഛൻ. അവസാനം ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ കരുണാകരന്റെ പോലീസ് ഉണ്ട്. ഈ രാജ്യത്ത് ആദ്യമായി ഹേബിയസ് കോർപ്പസ് പെറ്റീഷന്റെ ഭാഗമായി ഒരു ഗവൺമെന്റിന് രാജിവെച്ച് പോകേണ്ടി വന്നത് ഈ കേരളത്തിലാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? നമുക്കറിയാം, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. ആരായിരുന്നു ആഭ്യന്തരമന്ത്രി? ഈ ചരിത്രമൊന്നും ആരും മറന്നുപോയിട്ടില്ല. നമുക്ക് പരിശോധിക്കാം. നിയമസഭയിൽ വരട്ടെ, എണ്ണമെച്ച് കൃത്യമായി മറുപടി പറയാൻ ശേഷിയുള്ള പ്രസ്ഥാനവും ഗവൺമെന്റുമാണ്. നമുക്ക് സംവാദമാകാം, ചർച്ചയാകാം. ശരി. Debate with Dr. Arun Kumar.